ഈ വീഡിയോയിൽ നമ്മൾ മാത്സ് ചാപ്റ്റർ 5 ട്രിഗണോമെട്രിയുടെ പാർട്ട് 4 ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് സർക്കം സർക്കിൾ ട്രയാങ്കിൾ തമ്മിലുള്ള റിലേഷനാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ. പരീക്ഷയ്ക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ വീഡിയോ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് ഉണ്ട് നമുക്കറിയാം. ഈ 3 വെർട്ടിസസിലൂടെയും പാസ് ചെയ്ത് പോകുന്ന ഒരു സർക്കിൾ, ആ സർക്കിളിനെയാണ് സർക്കം സർക്കിൾ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരാം, ഒന്നെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ. റേഡിയസ് നമുക്കറിയാമല്ലോ, ഒരു സർക്കിളിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ചെറിയ ലെങ്ത്ത്, ആ ഒരു ലെങ്ത്തിൽ നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഈ റേഡിയസ് ഇവിടം തൊട്ട് ഇവിടം വരെ വരയ്ക്കുകയാണെങ്കിൽ അത് ഡയാമീറ്റർ എന്നാണ് പറയും. ഇപ്പോൾ ചെറിയൊരു പോയിന്റിൽ നിന്ന്, അതായത് മിഡിൽ പോയിന്റിൽ നിന്ന് അതിൻ്റെ ഏതെങ്കിലും ഒരു വസ്തുക്ക് വരയ്ക്കുന്ന ആ ഒരു ചെറിയ ലെങ്ത്തിനാണ് റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് അല്ലെങ്കിൽ വേറൊരു പേര് പറയും സർക്കം റേഡിയസ് കണ്ടുപിടിക്കാം. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. SLC എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റേഡിയസ് അഥവാ സർക്കം റേഡിയസ് കണ്ടുപിടിക്കാൻ പറയും. ഇനി പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. അതിന് 3 വെർട്ടിസസിലൂടെയും പാസ് ചെയ്തു പോകുന്ന ഒരു സർക്കിൾ കൊടുത്തിരിക്കും. എന്തെങ്കിലും ഒരു പേര് ABC എന്നോ PQR എന്നോ QRS എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കിളിന് പേരിടാം. ഇവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് തരും. ആ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്തും നമുക്ക് തരും. ഇപ്പോൾ ഇവിടെ ഒരു ആംഗിള് 30 തന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയ സൈഡ് ഏതാണ്? AB. ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് തരും 3 സെൻറ്റിമീറ്ററിനോ 6 സെൻറ്റിമീറ്ററിനോ. എന്നിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ. ഈ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനോ അഥവാ സർക്കം റേഡിയസ് കണ്ടുപിടിക്കാനോ എന്നുള്ള ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് തരാം. അപ്പോൾ ഇവിടെ ഒരു ഫോർമുലയുണ്ട്. ഒരു ആംഗിളും ഒരു സൈഡിൻ്റെ ലെങ്ത്തും തന്നതുകൊണ്ട്, അതായത് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർമുല എന്താണ്? AB. അതായത് ആ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2R sin C. ഈ ഫിഗറിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. AB എന്ന് പറയുന്നത് 2R sin C. C എന്ന് പറയുന്നത് ആ ആംഗിൾ. ഇനി ഇവിടെ PQR ആണെന്ന് വയ്ക്കും. അപ്പോൾ PQ എന്ന് പറയുന്നത് 2R sin R. ഇങ്ങനെ അത് വ്യത്യസ്തപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക അഥവാ സർക്കം സർക്കിളും ട്രയാങ്കിളും തമ്മിലുള്ള ഒരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് പഠിച്ചിരിക്കണം. sin 45 എന്താണ്, cos 45 എന്താണ്, tan 45, അതേപോലെ തന്നെ sin 30, sin 60. ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ പരീക്ഷയ്ക്ക് തരണമെന്നില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിത് കാണാപ്പാഠം പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ചിട്ട് തെറ്റാതെ ഇതിൻ്റെ വാല്യൂസ് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കിടക്കാം. ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനിലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സർക്കം സർക്കിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാം. മിക്ക ക്വസ്റ്റ്യനിലും റേഡിയസ് കണ്ടുപിടിക്കുക, സർക്കം റേഡിയസ് കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, ട്രയാങ്കിളും സർക്കം സർക്കിളും തമ്മിലുള്ള ബന്ധത്തിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത് തന്നിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിന് പേരിടാം. എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. PQR എന്നോ UVW എന്നോ QRS എന്നോ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ആദ്യം തന്നെ ഇക്വേഷനിൽ എത്തുമ്പോൾ നമ്മൾ തെറ്റരുത്. ഇക്വേഷൻ എങ്ങനെ വരുന്നത്? AB. ആദ്യം തന്നെ അതിൻ്റെ സൈഡ് എഴുതാം. = 2R sin ആ ആംഗിൾ. ഇപ്പോൾ ഇവിടെ Q ആണെങ്കിൽ Q എന്ന് എഴുതാം, R ആണെങ്കിൽ R എന്ന് എഴുതാം. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് C ആണ്, 2R sin C. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. AB എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 3. 2R sin C എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി 3 = 2R. ഇവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. sin 60യുടെ വാല്യൂ അറിയാത്തവർക്ക് ഇവിടം വെച്ച് നിർത്തി പോരേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാൻ കിട്ടില്ല. sin 60യുടെ വാല്യൂ, sin 45യുടെ വാല്യൂ, അങ്ങനത്തെ 3 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നെങ്കിൽ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് തെറ്റാത്ത രീതിയിൽ പഠിക്കുക. അപ്പോൾ sin 60 എന്ന് പറയുന്നത് √3/2 ആണ്. √3/2.
ഈ 2ഉം 2ഉം ഇവിടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 3 = √3r. ഈ ആറിനെ ഒരിക്കലും √3യുടെ ഉള്ളിൽ കൊണ്ടുപോയി എഴുതരുത്. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 3/√3 ആണ്. ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പാടില്ല. √3നെ നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 അല്ലേ? അതായത് √a × √a എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ ഈ aനെ നമുക്ക് √3, എയുടെ സ്ഥാനത്ത് 3 ആണെങ്കിൽ √3 × √3 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ √3. അപ്പോൾ √3യും √3യും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്തായിരിക്കും ആൻസർ? r = √3 എന്ന് ആൻസർ കിട്ടും. ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. കറക്റ്റായിട്ടൊരു വാല്യൂ കണ്ടുപിടിക്കണ വരെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ സർക്കം റേഡിയസ് ഓഫ് എൻ ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 8 cm? ഇവിടെ ഫിഗർ തന്നാലും തന്നില്ലെങ്കിലും നമുക്കൊരു ഈക്വലേറ്റഡ് ട്രയാങ്കിളിനെ കുറിച്ച് അറിയാം. അതിൻ്റെ 3 ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. അതിൻ്റെ 3 വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ നമ്മൾ പേര് കൊടുത്തു ABC. ഇത് നമുക്കറിയാം 3 ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കും, 8 ആയിരിക്കും. നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 8 cm എന്ന്. ഇനി എന്താ പറയുന്നത്? ഇതിൻ്റെ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്കറിയാം BC = 2r sin A, അല്ലെങ്കിൽ ABC = 2r sin C, അല്ലെങ്കിൽ AC = 2r sin B. എങ്ങനെ വേണം നമുക്ക് എടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഒരു സൈഡ് എടുത്തു. AB = 2r sin C. മുമ്പ് വേറെ എടുക്കാം കേട്ടോ. BC = 2r sin A എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ AB എന്ന് പറയുന്നത് 8 ആണ്. 2r sin C 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി നമുക്കറിയാം √3/2 ആണ്. 8 = 2r × √3/2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. 8 = r√3 അല്ലെങ്കിൽ √3r. അപ്പോൾ ഈ ആറിനെ ഇവിടെ നിർത്തി 8/√3. ഈ ക്വസ്റ്റ്യൻ 2023 SLC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. BC is a chord of circle centered at O. BC എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഈ കോഡാണ്. അതായത് ഇങ്ങനെ വരയ്ക്കുന്ന ആ ലൈനെയാണ് കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും വലിയ കോഡ് ഏതാണ്? ഡയാമീറ്റർ ആണ് ഒരു സർക്കിളിൻ്റെ ഏറ്റവും വലിയ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BC എന്ന് പറയുന്നത് ഒരു കോഡാണ് തന്നിട്ടുണ്ട്. BC 10 cm തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ A 60 ഡിഗ്രി തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ആംഗിളും ഒരു സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതും? BC = 2r sin, ഇവിടുത്തെ ആംഗിളിൻ്റെ ആ ഒരു പേര് A ആണ്, 2r sin A. BC എന്ന് പറയുന്നത് 10 ആണ്, = 2r sin 60 ഡിഗ്രി. sin 60 എത്രയാണ്? √3/2. 10 = 2r × √3/2. 2ഉം 2ഉം വെട്ടി. 10 = √3r. അപ്പോൾ r എന്ന് പറയുന്നത് എത്രയാണ്? 10/√3 സെൻറ്റിമീറ്റർ. r എന്ന് പറയുന്നത് 10/√3 സെൻറ്റിമീറ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻ 2023 SLC എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. AB is a chord of circle of radius 3 cm. ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, 3 cm തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ AB എന്ന് പറയുന്നത് ഈ സർക്കിളിലുള്ള ഒരു കോഡാണെന്ന് തന്നിട്ടുണ്ട്. കോഡ് AB മേക്സ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. AB എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് സെൻറ്ററിൽ ഒരു റൈറ്റ് ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും, അതിൻ്റെ സെമി സർക്കിൾ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. 2r sin C അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അതൊന്നും തന്നിട്ടില്ല. ഇവിടെ ആകെ ഒരു ഹിൻഡ് തന്നേക്കുന്നത് 90 ഡിഗ്രി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് തന്നേക്കുന്നത്. നമ്മൾ നേരത്തെ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റേഷ്യോ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പാഠത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഹിന്റേ ഉള്ളൂ. ഒന്ന്, സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ AB എന്ന് പറഞ്ഞ കോഡ് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാകുമ്പോൾ AOB എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ AOB ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ നമുക്കറിയാം 45 ഡിഗ്രി ആയിരിക്കും, ഇതും 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിളിൻ്റെ റേഷ്യോ ഇത് 90 ആണെങ്കിൽ ഇത് 45, ഇത് 45 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയൊക്കെയാണ്? 45 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് സെൻറ്ററിൽ 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ 2 ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിളായിട്ട് മാറിയത്. 2 ആംഗിൾ അഥവാ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, 45, 90 എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ നമ്മൾ എഴുതി 1:1:√2. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. അതുപോലെ തന്നെ നമുക്കറിയാം OB 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ OB 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ OAയും എന്തായിരിക്കും? അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് OB. അപ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡും 2 ആംഗിൾ ഇവിടെ സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ 2 ആംഗിളും ആംഗിൾ എയും ആംഗിൾ ബിയും 45 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് OB. അവിടുത്തെ മെഷർമെൻറ്റ് തന്നെയായിരിക്കും ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് സൈഡായ OAയിലിരിക്കും. അപ്പോൾ OB 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ OAയും എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതാണ് ഹിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1:1:√2. അപ്പോൾ 90 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AB. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി 45 ഡിഗ്രിക്ക് എന്ത് വരുന്നുണ്ട്? OB വരുന്നുണ്ട്. അതുപോലെ ഒരു 45 ഡിഗ്രിയിലേക്ക് OA വരുന്നുണ്ട്. അപ്പോൾ ഈ 1ഉം 1√2. അപ്പോൾ ഇവിടെ OB എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ 3 ആയിരിക്കും അല്ലേ. ഇത് രണ്ടും 3. അതിൻ്റെ √2 ഭാഗമാണല്ലോ AB. അപ്പോൾ AB എന്ന് പറയുന്നത് 3√2 സെൻറ്റിമീറ്റർ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ AB എന്ന് പറയുന്നത് 3√2 സെൻറ്റിമീറ്റർ ആണ്. ഈ യൂണിറ്റ് എഴുതണം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ റൈറ്റ് ആംഗിൾ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബാക്കി ആ കോഡിൻ്റെ 2 ആംഗിളും ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് വരുന്നത് ഈക്വൽ ആയിരിക്കും. നമ്മൾ റേഷ്യോ എഴുതി, ആംഗിൾ എഴുതി, റേഷ്യോ എഴുതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒക്കെ ഒരേ മോഡൽ കണക്കുകൾ തന്നെയാണ് കേട്ടോ. ഇതേ മോഡൽ പഠിച്ചു വെച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ 2022 SSLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഗർ റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ O ഈ 7 സെൻറ്റിമീറ്റർ. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്റർ O ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ലെങ്ത്ത്, അതായത് ഈ ഒരു ലെങ്ത്തിനെയാണ് റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് Oയിൽ സെൻറ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ BO എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. CO എന്ന് പറയുന്നതും 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയതുകൊണ്ട്. ഇനി ആംഗിൾ BOC, ഈ ആംഗിൾ കണ്ട ആംഗിൾ BOC എന്ന് പറഞ്ഞത് 100 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ A. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ A. ഈ ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ആംഗിളിൻ്റെ നേരെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. അതേപോലെ ഈ ആംഗിളിൻ്റെ *2 ആയിരിക്കും ഈ ആംഗിൾ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ. ഈ സെമി സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ആംഗിളും തൊട്ട് മുകളിലത്തെ ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ആംഗിൾ ഈ BOC എന്ന് പറയുന്നത് 100 ആയതുകൊണ്ട് ആംഗിൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 / 2 = 50 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. ആ ഒരു റിലേഷൻ പഠിച്ചിരിക്കുക. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് BC കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഈ പിക്ചർ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇതാണ് ആ പിക്ചർ. ഇവിടെ BC കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ ഇവിടെ വരച്ചേ പറ്റൂ. ഈ നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഈ സംഭവം ഈ OD എന്ന് പറഞ്ഞ ഈ ഒരു പെർപെൻഡിക്കുലർ നമ്മൾ തന്നെ പേര് കൊടുക്കുകയാണ്. OD എന്ന് പറഞ്ഞ ഈ പെർപെൻഡിക്കുലർ ലൈൻ BC എന്ന് പറഞ്ഞ ഈ കോഡിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ BCയുടെ ലെങ്ത് 8 ആണെങ്കിൽ BD 4 ആയിട്ട് മാറും, DC 4 ആയിട്ട് മാറും. ഈക്വലായിട്ട് കട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. ഒന്നുകിൽ നമ്മൾ ഡി സി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബി ഡി കണ്ടുപിടിക്കുക. ഇതിലേതെങ്കിലും ഒരു ലെങ്ത്ത് കണ്ടുപിടിച്ച് × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തം ബി സിയുടെ ലെങ്ത്ത് കിട്ടും. അതാണ് ഒരു ഹിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ഇതിന് ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ 100, ഈ ഒ എന്ന് പറയുന്നത് മൊത്തം 100 ആണ്. ഇത് 50 ആയിട്ട് മാറും, ഈ ആംഗിളും 50 ആയിട്ട് മാറും. അപ്പോൾ ഡി സിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സൈൻ, ഇവിടെ 3 തന്നിട്ടുണ്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ട്. സൈൻ തന്നിട്ടുണ്ട്, കോസ് തന്നിട്ടുണ്ട്, ടാൻ തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് സൈൻ 50യുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ലെങ്ത്ത് നമുക്കറിയില്ല, ഈ ലെങ്ത്ത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഏതാ ഉപയോഗിക്കുക? സൈൻ 50. കണ്ട, ഈ ആംഗിൾ 50 ആണ്. ട്രയാങ്കിൾ ഒ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സൈൻ 50 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? സൈൻ 50യുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഡി സി, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഒ സി. അപ്പോൾ എന്ത് വരും? സൈൻ 50 = ഡി സി നമുക്ക് കണ്ടുപിടിക്കണം. ഒ സി എന്ന് പറയുന്നത് 7 ആണ്. ഈ സൈൻ 50യുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 0.76. ഈ 7 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × 7 = ഡി സി എന്ന് കിട്ടും. 0.76 × 7 എത്രയാണ്? 76 × 7. 6 7s are 42, 2 4, 49, 50, 51, 52, 53, 53, 5.32. 2 പോയിന്റ് നീക്കി കുത്തുക. = ഡി സി എന്ന് കിട്ടി നമുക്ക്. ഇനി ഡി സി എന്ന് പറഞ്ഞത് 2 × ഡി സി ആണ്. വോൾ ലെങ്ത് ബി സി നമുക്കറിയാലോ. അപ്പോൾ ഈ 5.32ൻ്റെ കൂടെ × 2 ചെയ്താൽ നമുക്ക് ബി സി കിട്ടും. × 2 ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ഡി സി മാത്രമാണ് ഈ 5.32 കണ്ടുപിടിച്ചത്. × 2 ചെയ്താലാണ് ബി സി കിട്ടുക. അപ്പോൾ 5.32 × 2 4 6 10, അതായത് 10 6 4. 2 പോയിന്റ് നീക്കി കുത്തിടുമ്പോൾ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. 10.64 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ 2020 SSLC മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ സി എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. എ ബി എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. എ ഡി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണെന്ന് കൂടി തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഫൈൻഡ് എ ഡി ബി, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് നമ്മളോട്. ആംഗിൾ എ ഡി ബി. ഇവിടെ ഹിൻഡ് ഇതിൽ തന്നെ നമുക്കുണ്ട് ക്വസ്റ്റ്യനിൽ. എ ബി എന്ന് പറഞ്ഞ ഒരു കോഡ് നമുക്കറിയാം. എ ബി എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. ഈ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആംഗിൾസ് സെയിം ആയിരിക്കും. ഈ എ ബി സി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ 65 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ്, ഡി എന്ന് പറഞ്ഞ ആ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 65 ഡിഗ്രിയും ഇവിടെയും 65 ഡിഗ്രി തന്നെയായിരിക്കും ആൻസർ. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എ ഡി ബി കണ്ടുപിടിക്കാനാണ് ഈ വര നമ്മൾ അസ്യൂം ചെയ്തെടുത്തത്. അപ്പോൾ ഈ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോഡ് ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും 65 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഡി ബി എത്രയായിരിക്കും? 65 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട് കൺഫ്യൂഷൻ ആവണ്ട. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഹിൻഡ് തന്നിട്ടുണ്ടാവും. ഒരു കോഡ് എത്ര ആംഗിൾ മേക്ക് ചെയ്താലും, ഇപ്പം ഈ ഒരു കോഡ് ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു, അതൊരു 100 ആണെന്ന് വെക്കി. ഇവിടെ വീണ്ടും ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തു, അത് 100 ആയിരിക്കും. ഇനി വേറൊരു കോഡ് ഈ വേറൊരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതൊക്കെ സെയിം ആയിരിക്കും. അതാണ് ഈ ക്വസ്റ്റ്യനിലുള്ള ഹിൻഡ്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ എ ബി സിയുടെയോ അല്ലെങ്കിൽ സർക്കം സർക്കിളിൻ്റെയോ റേഡിയസ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ ആയതുകൊണ്ടും സർക്കം സർക്കിൾ ആയതുകൊണ്ടൊക്കെ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? എ ഡിയുടെ ഹാഫ് ആയിരിക്കും. എ ഡി ഡയാമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഡയാമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമായിരിക്കും റേഡിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 65 നമ്മൾ കണ്ടുപിടിച്ചു. ഈ സംഭവം എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കേണ്ട. ക്വസ്റ്റ്യനിൽ ഈ ആംഗിൾ ബി എത്ര നമുക്ക് തന്നിട്ടില്ല. ഇതൊരു സെമി സർക്കിൾ ആയതുകൊണ്ട്
ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അങ്ങനെയാണ് ആംഗിൾ ബി 90 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിക്കുന്ന കേട്ടോ, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇത് കോഡ് ഒരേ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സെയിം ആംഗിൾ കണ്ടുപിടിച്ചു. അതേപോലെ ബി എന്ന് പറയുന്നത് ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ട്രയാങ്കിൾ എ ഡി ബി എങ്ങനെ വേണം പേര് കൊടുക്കാം. എ ബി ഡി എന്നോ ഡി എ ബി എന്നോ എങ്ങനെ വേണം പേര് കൊടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡയാമീറ്റർ ആദ്യം കണ്ടുപിടിക്കണം. ഡയാമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ സൈൻ കോസ് ടാൻ 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ തെറ്റിക്കാൻ തന്നിട്ടുണ്ട്. സൈൻ എപ്പോഴും സൈൻ 65 എടുക്കുക. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, ഡയാമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ സൈൻ 65 എന്ന് പറയുന്നത് ഡി ആംഗിൾ ഡിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്, എ ബി. എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ ഡി, ആ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം കണ്ട. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. സൈൻ 65 എന്ന് പറയുന്നത് 0.90 ആണ്. എ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബൈ എ ഡി. എ ഡി കണ്ടുപിടിക്കണം. എ ഡി എങ്ങനെ കണ്ടുപിടിക്കുക, എ ഡിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അത് ഇൻറ്റു ആയിട്ട് മാറും. 9 ഡിവൈഡഡ് ബൈ 0.90. ഇതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ആദ്യം തന്നെ ഡിവൈഡ് ചെയ്യുന്ന മുമ്പ് ഇതിൻ്റെ പോയിന്റ് മാറ്റിക്കളയാം. ഡിനോമിനേറ്ററിൽ 2 പോയിന്റ് ഉള്ളത് കൊണ്ട് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ 2 പോയിന്റ് ഉള്ളത് കൊണ്ട് 900നെ 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം 100നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 900 ഡിവൈഡഡ് ബൈ 90 എന്ന് കിട്ടും. ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. ബാക്കി എത്ര വരും, 10. എ ഡി എന്ന് പറഞ്ഞത് 10 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി അല്ലേ. എ ഡി മൊത്തം എ ഡി 10 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ റേഡിയസ് എത്രയായിരിക്കും, അതിൻ്റെ പകുതി 10/2 5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ സെയിം ആണോ നോക്കുക. അതേപോലെ തന്നെ 90 ഡിഗ്രി വരുന്ന ഏതെങ്കിലും ട്രയാങ്കിൾ 90 ഡിഗ്രി വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ നോക്കുക. ആ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ സൈൻ 65 വെച്ചിട്ട്, മിക്കതും സൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സൈൻ വെച്ച് ചെയ്യുക. ടാൻ വരുന്ന കണക്കുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പോയിന്റ് നീക്കുക. ഡയാമീറ്റർ കണ്ടുപിടിച്ചു, അതിൻ്റെ ഹാഫാണ് റേഡിയസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.